പാലക്കാട് കപ്പൂർ പഞ്ചായത്തിൽ കൃഷിക്കും നാട്ടുകാരുടെ ജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കപ്പൂർ പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി 9 ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് വെടിവെച്ചു കൊന്നത്. വിവിധയിടങ്ങളിൽ നിന്നായി 21 പന്നികളെയാണ് ഷൂട്ടർമാർ വെടിവെച്ചു കൊന്നത്. രാപ്പകൽ ഭേദമന്യേയാണ് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്നത്. ഇത് വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നെൽകൃഷിക്ക് പുറമെ വാഴയും ചേനയും ചേമ്പും ഉൾപ്പെടെ വ്യാപകമായ രീതിയിലാണ് പന്നികൾ വിള നശിപ്പിച്ചത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മേഖലയിലെ കർഷകർക്കുണ്ടായത്. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതുമുട്ടിയപ്പോഴാണ് പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി പന്നികളെ പിടികൂടാൻ തീരുമാനിച്ചത്. 4 ടീമുകളായുള്ള വേട്ടയിൽ 21 പന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. പാലക്കാട് ജില്ലയിൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ല. ഏറ്റവും കൂടുതൽ നെൽകൃഷി കണ്ടുവരുന്നതും നമ്മൾ പാലക്കാട് ജില്ലയിലാണ്. ഈ പന്നികളുടെ ഈ പരിസരത്ത് ഇവിടെയൊക്കെയുള്ള കൃഷി നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടണ്ണ് കണക്കിനാണ് പന്നികൾ ഉരുണ്ടുമറിഞ്ഞ് തിന്നതിന്റെ പുറത്ത് നശിപ്പിച്ചു കളഞ്ഞത്. ഈ പ്രദേശത്ത് വന്നപ്പോൾ കാണുമ്പോൾ കർഷകരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ സങ്കടം ഞങ്ങൾക്കും തോന്നിപ്പോവുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ വേട്ട തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വർഷത്തിൽ 2 തവണ പന്നികളെ പിടികൂടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഇപ്പോ പാടശേഖരത്തിലുള്ള നെൽകർഷകരും പിന്നെ കുറച്ച് നാട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്തു പോണത്. ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് നമുക്കിവിടെ കൃഷി ചെയ്യാനും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പഞ്ചായത്തും പിന്നെ അതിന്റെ കൃഷിഭവനാണെങ്കിലും ഭരണസമിതി എന്താണെങ്കിലും അവര് ഒന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്കും കൂടി ഈ കർഷകരെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവരോട് നമുക്ക് വെക്കാനുണ്ട്. പിടികൂടിയ പന്നികളെ ശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചുമൂടി. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.